സ്വാഗതം. സയന ടാരക്കാട്ടിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് ഉറങ്ങുന്നതിന് മുമ്പ് ഒരു ഏഞ്ചൽ സ്പ്രെഡാണ് ഞാൻ എടുക്കുന്നത്. ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് എന്താണ് താങ്കളുടെ മാനസികാവസ്ഥ ഇപ്പോൾ എന്നാണ് ചോദിക്കുന്നത്. രണ്ട്, ഇപ്പോൾ എങ്ങനെ താങ്കൾക്ക് നല്ല രീതിയിൽ ആശയവിനിമയം നടത്താൻ പറ്റും എന്നാണ് ഞാൻ ചോദിക്കുന്നത്. മൂന്നാമത്തെ കാർഡ് എന്ന് പറയുന്നത് എന്തെങ്കിലും നെഗറ്റീവ് എനർജീസോ പ്രൊട്ടക്ഷനോ ആവശ്യമുണ്ടോ. നാല്, എവിടേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്, എന്താണ് ഉടനെ പ്രതീക്ഷിക്കാൻ സാധിക്കുക എന്നാണ് ചോദിക്കുന്നത്. എന്താണ് താങ്കളുടെ മാനസികാവസ്ഥ എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് ക്രൗൺ ചക്ര എന്ന് പറയുന്ന കാർഡാണ്. ക്രൗൺ ചക്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൗൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, തലയുടെ ഏറ്റവും ശിരസിൻ്റെ ഇതിലുള്ളതാണ്. അതായത് നമ്മുടെ ഒരു ഹയർ പർപ്പസ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ക്രൗൺ ചക്ര എന്ന് പറയുന്നത്. അതായത് എന്തിനാണ് നാം ഇവിടെ വന്നിരിക്കുന്നത്, വാട്ട് ഈസ് മൈ പേർപ്പസ് ഇൻ ലൈഫ് എന്നൊരു ചോദ്യം നമ്മൾ ചോദിക്കുന്ന ഒരു സമയത്താണ് ഈ കാർഡ് വരിക. ക്രൗൺ എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ഒരു ഡിവൈൻ ഇതുമായിട്ടുള്ള കണക്ഷൻ പോയിൻ്റാണ്. അപ്പോൾ അവിടെ എന്തോ ഒരു ബ്ലോക്കേജ് വന്നിട്ടുണ്ട്. അപ്പോൾ ജീവിതത്തിൻ്റെ ഒരു അർത്ഥം കണ്ടെത്താൻ പറ്റാത്ത ഒരു അവസ്ഥ, എന്താണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്നൊക്കെ നമ്മൾ ചോദിക്കുന്ന ഒരു സമയമാണിത്. ഈ ഒരു സമയത്ത് നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ ആശയവിനിമയം നടത്താമെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് ടെംപ്റ്റേഷൻ എന്ന് പറയുന്ന കാർഡാണ് എന്നുള്ളത്. ടെംപ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ അതിൽ ഡെവിൾ എന്ന് പറയുന്ന ഒരു കാർഡിന് തുല്യമാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ആശയവിനിമയം നടത്തുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, നമ്മളോട് ആശയവിനിമയം നടത്തുന്ന ആളുകളോടാണെങ്കിലും നമ്മൾ നടത്തുമ്പോഴും വളരെ സൂക്ഷിച്ച് നടത്തുന്നതാണ് നല്ലത്. കാരണം നമുക്ക് ചിലപ്പോൾ ദേഷ്യം വരാൻ സാധ്യതയുണ്ട്, നമുക്കവരെ കുറ്റം പറയാൻ തോന്നും, ചിലപ്പോൾ അവരെ ശകാരിക്കാൻ തോന്നും, അല്ലെങ്കിൽ അവർ ചിലപ്പോൾ അവരെക്കുറിച്ച് മറ്റുള്ളവരോട് വിമർശിക്കാൻ തോന്നും. പക്ഷേ ഇതെല്ലാം നമ്മൾ വികാരങ്ങൾ നിയന്ത്രിക്കണം എന്നാണ് പറയുന്നത്. കാര്യം വെച്ചാൽ ഇത്തരം വികാരങ്ങൾ എന്ന് പറയുന്നത് ആ ഒരു ഇത് കൂട്ടുകയുള്ളൂ. അതിന് പകരം, അതായത് ഒരു ഡെവിളിനെ വർഷിപ്പ് ചെയ്യുന്ന മാതിരിയാണ്. അതിന് പകരം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ നാവിലിപ്പോൾ വികട സരസ്വതിയാണ് വരാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് സംസാരിക്കണം എന്നുള്ളതാണ്. എന്തെങ്കിലും നെഗറ്റീവ് എനർജീസ് താങ്കളുണ്ടോ? ഈ ഏഞ്ചൽ സ്പ്രെഡിൽ എപ്പോഴും നമ്മൾ ചോദിക്കുന്നൊരു ചോദ്യമാണ്. നമുക്ക് സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ട് എന്ന് പറയുന്നൊരു കാർഡാണ് എന്നുള്ളത്. സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് എനർജീസ് വരുന്നുണ്ടെങ്കിലും താങ്കൾക്കത് തടയാൻ പറ്റും എന്നുള്ളതാണ്. കാര്യം വെച്ചാൽ നമുക്കറിയാമല്ലോ, ഒരു വലിയൊരു ഭൂഗോളത്തെ ഒരാൾ ഉയർന്നു നിൽക്കുന്നതാണ്. അപ്പോൾ താങ്കളുടെ ഇപ്പോഴത്തെ പ്രാർത്ഥനയും അതും ഒക്കെ കാര്യങ്ങൾ തന്നെ മതിയായിരിക്കും. അത് കൂടാതെ പ്രത്യേകിച്ചൊരു നെഗറ്റീവ് എനർജിക്കും താങ്കളിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ ദിവസങ്ങളിൽ എന്നാണ് ഈ കാർഡ് പറയുന്നത്. എവിടേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഏഞ്ചൽസ് ചോദിച്ചത് നമുക്ക് വന്നിരിക്കുന്ന കാർഡെന്ന് പറയുന്നത് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന കാർഡാണ്. ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് നമ്പർ 13 എന്ന് പറയുന്ന ഒരു പരിവർത്തനത്തിൻ്റെ കാർഡാണ്. പരിവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറിയ കുട്ടിയായിരിക്കും പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണോ പൂമ്പാറ്റയ്ക്ക് പരിവർത്തനം നടക്കുന്നത്. പൂമ്പാറ്റയാവുന്നതിന് മുമ്പ് അത് പുഴുവായിരുന്നു. കടുത്ത പരീക്ഷണ ഘട്ടങ്ങളിലൂടെ കടന്നിരുന്നത് പൂമ്പാറ്റയാവുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജിലാണ് താങ്കൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ 3 മേജർ ആർക്കാന കാർഡുകളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും താങ്കളൊരു ജീവിതത്തിൻ്റെ ഒരു മേജറായിട്ടുള്ള ഇതിലൂടെ കടന്നു പോകുന്നത്. നമ്മളിതിനെ സ്പിരിച്വൽ ലെസൺസ് എന്ന് പറയും. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഏഞ്ചൽസിന് താങ്കളോട് പറയാനുള്ളത്. ഐ വിഷ് യു ഗുഡ് നൈറ്റ്. I will see you tomorrow morning. Thank you very much.